എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള ഒരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളെന്നെ ഹാപ്പി ആയിട്ട് തന്നെ വെച്ചത്. എനിക്കത് സന്തോഷമായിരുന്നു. പിന്നെ ഭാര്യ ഭാര്യ എന്നെ വിളിച്ച് കരഞ്ഞപ്പോഴാണ് ഞാൻ വിട്ടുകൊടുത്തത്. എനിക്ക് 5 പ്രണയം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ 5 പേരെ ഞാൻ വളരെ ഡീസൻ്റായിട്ട് മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനൊക്കെ തേച്ചു. വിദ്യാർത്ഥിയെ പ്രണയിക്കുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അതും ഭാര്യയുണ്ട്, 3-4 പെമ്പിള്ളാരുള്ള ഒരാള്. പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പഠിത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് അയാൾ ഇങ്ങോട്ട് ഓഫറുമായിട്ട് വന്നപ്പോൾ ഇവള് സ്വീകരിച്ചു. പക്ഷെ അത് പിന്നെ എന്ത് പ്രണയമായി പോയി. 3-4 പിള്ളേർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഓപ്പൺ ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, ആവശ്യമുണ്ടോ? അതുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജിൽ. മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജില്ല, ഒരുമിച്ച് താമസിച്ചിരുന്നു അന്നേരം. അതിൽ ആൾ വല്ലപ്പോഴും വരും, 2 ദിവസം നിൽക്കും. ശിവ നിങ്ങളുടെ കൂട്ടുകാരിയുടെ പാർട്ട്ണറായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് വന്നൊരു കമൻറ്റ് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് മോളെ പ്രശ്നം, എന്താ റിലേഷൻ ബ്രേക്കപ്പ് ആകുന്നത് എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത്, അമ്മ ശരിയല്ല, അമ്മ വേറൊന്നുമല്ല, അമ്മ ഭയങ്കര ഭരണമാണ്, ഭയങ്കര അമ്മായിമ്മ പോരാണ്. എൻ്റെ ഡൗൺ സർജറി സമയത്ത് അന്ന് തന്നെ ആ സമയത്ത് തന്നെയാണ് എൻ്റെ ബ്രേക്കപ്പ്, എക്സായിട്ട് ബ്രേക്കപ്പ് ആയത്. അത് മാത്രമല്ല അമ്മയ്ക്ക് അറ്റാക്ക് ആയത്. ഇതറിഞ്ഞ് ന്യൂസൊക്കെ ആയിരുന്നു ശരീരത്തിൽ. സർജറിക്കൊക്കെ മുമ്പ് കുറേ പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ശരീരം മോഹിച്ച് വരുന്നവരുണ്ടാവും. അർപ്പിതയ്ക്ക് കുറേ പ്രണയങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? അല്ല ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു അത്? ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പ്രണയം അതാണ് 10ാം ക്ലാസ്സിൽ വെച്ച്. അതിന് മുമ്പ് പ്രണയം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇങ്ങോട്ട് ശേഷം പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പ്രണയമാണ് ഞാൻ തുറന്നു പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു മെന്നായിട്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പ്രണയം വേറൊരു മെന്നിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വിവാദമൊക്കെ ആയിരുന്നു. അവിടെ ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആളോട് ഭയങ്കര പ്രണയമായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ല, കത്ത് വഴി പറഞ്ഞ്. എന്നിട്ട് ആൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഞാനങ്ങനെ കാണുന്നത് വെച്ചാൽ ആളെ കുറ്റം പറയാൻ പറ്റില്ല, ആൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്കെന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റിയൊക്കെ ആക്കി ഞങ്ങൾ കരഞ്ഞ് പിടിച്ച് ഞാൻ വീട്ടിൽ വന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പ്രണയം ഇല്ല. പിന്നെ പ്രണയമൊക്കെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിനും എൻ്റെ സർജറിക്കൊക്കെ മുമ്പ് കുറേ പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ശരീരം മോഹിച്ച് വരുന്നവരുണ്ടാവും. ചില ആൾക്കാർ സിൻസിയർ ആയിരിക്കും. പിന്നെ എന്നെ തേക്കുന്നവർ 1-2 പേര് തേച്ചപ്പോൾ ഞാൻ വാശിക്ക് എല്ലാവരും അങ്ങ് തേച്ചു. എനിക്ക് ദേഷ്യമായി. എല്ലാവരും വന്നിട്ട് എന്നെ തേച്ചിട്ട് പോവുക. 2-3 പേരെന്നെ തേച്ച്. പിന്നെ ഞാൻ വാശിക്ക് വേണ്ടി എല്ലാവരെയും തേച്ചു. അതെ. ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് എത്ര പ്രണയം? 5 പ്രണയം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ 5 പേരെ ഞാൻ വളരെ ഡീസൻ്റായിട്ട് മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതെ, മാനേജ് ചെയ്ത് അപ്പം ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ കുടുങ്ങി. 5 പ്രണയങ്ങൾക്കിടയ്ക്ക് വീണ്ടും ഒരെണ്ണം കൂടെ. അത് 5 എണ്ണം 3 നോൺ കമ്മ്യൂണിറ്റിയും 2 നമ്മുടെ ട്രാൻസ്മെൻസ് ആയിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അപ്പം ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിപ്പം നിലവിൽ ഇത്ര റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അതിനൊക്കെ തേച്ചു. എന്ത് പറഞ്ഞ തേച്ചു. അതർത്ഥം ഓപ്പൺ ആയിട്ട് പറയണം. ഇപ്പം നമ്മൾക്ക് ഇപ്പൊ 5 പ്രണയം ഉണ്ടായിരുന്നല്ലോ, 5 പേര് നിൽക്കുന്ന ഒരു രീതി, ഞാൻ നിൽക്കുന്ന ഒരു രീതി. ഇപ്പൊ ഞാനും വലിയ ടെറർ ആയിരുന്നെങ്കിൽ എന്നെ തേക്കില്ലായിരുന്നു. അല്ല, എനിക്ക് മുമ്പുള്ള ആ ഒരു ട്രാൻസ്മെൻ റിലേഷൻ അയാൾ ഇതൊന്നും ആയിരുന്നില്ല, ടോക്സിക്. നമ്മളെ എപ്പോഴും ഈ വല്ലപ്പോഴൊക്കെ നമ്മൾ കാണുള്ളൂ, എന്നാലും കിച്ചണിൽ മാത്രം നമ്മൾ നിൽക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഭാര്യ ഭർത്താവ് മൈൻഡായിരുന്നു. അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ വേറെ ആൾ നോൺ കമ്മ്യൂണിറ്റി എന്താ പറഞ്ഞ കൈകാലെ പുറത്തിരിക്കുന്ന തേങ്ങയായിരുന്നു. അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. നോൺ കമ്മ്യൂണിറ്റീസ് അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ള മെയിൻ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ടോക്സിക്. രാവിലെ രാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പലതും അറിയാമെന്ന് വരത്തില്ല. ഈ പറയുന്ന പ്രണയങ്ങൾ നടിച്ചു വരുന്നവരും ചിലപ്പോൾ കല്യാണം കഴിച്ച് പിള്ളേരുള്ളവരും ആകാം. എത്ര പേര് പ്രണയം പറഞ്ഞ് വന്നിരിക്കുന്നു, എത്രയോ പേര്. അതാണ്
എല്ലാവരും എന്നിട്ട് നമ്മളെ പോയി അപ്രവേ കമന്റ് പറയും. പെമ്മക്കളുള്ളവരുണ്ട് അല്ലേ? പക്ഷേ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ള ഒരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആളെന്നെ ഹാപ്പി ആയിട്ട് തന്നെ വെച്ചത്. എനിക്കത് സന്തോഷമായിരുന്നു. പിന്നെ ഭാര്യ എന്നെ വിളിച്ച് കരഞ്ഞപ്പോഴാണ് ഞാൻ വിട്ടുകൊടുത്തത്. ആൾക്കൊരു പെൺകുഞ്ഞാണ്. സാധാരണ ആൾക്കാർ അങ്ങനെ ഭാര്യ വിളിച്ച് കരയുമ്പോൾ എന്താ ചെയ്യുക? കൂടുതൽ പിടിച്ച് വെക്കാനല്ലേ നോക്കുള്ളൂ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെയൊക്കെ എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഇവളുടെ ഒരു പ്രണയം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ആളെ ഞാനിപ്പോൾ പറയുന്നില്ല. അതായത് ഞാൻ വന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് ഇവള് BA ഹിസ്റ്ററി പഠിക്കാനുള്ള ഇതൊക്കെ പഠിപ്പിക്കാമെന്ന് വാചന വന്ന, അതായത് അധ്യാപകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനൊരു അധ്യാപകനെ കാണുന്ന മാതാപിതാ ഗുരു ദൈവം, അമ്മയുടെ അച്ഛൻ്റെയും ദൈവത്തിന്റെ സ്ഥാനത്താണ്. പക്ഷെ അധ്യാപകം വന്നിരിക്കുന്നത് എന്ത്? പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പ്രണയം. അയാൾ എന്തെങ്കിലും എൻ്റെ കൈ കിട്ടും. എത്ര 3-4 പെൺപിള്ളേരുണ്ട് അയാൾക്ക്. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും പറയാൻ നേരിട്ട് സംസാരിക്കാനിരിക്കുകയാണ് ഞാൻ അയാളോട്. അധ്യാപകനെ പ്രണയിക്കാൻ തെറ്റാണോ? ഇല്ല, അധ്യാപകൻ അല്ല, ഞാൻ വിദ്യ പറഞ്ഞു തരാമെന്നും പറഞ്ഞ ഒരു ഗുരു വന്നിട്ട് ശിക്ഷയെ അതായത് ശിക്ഷയെ എന്നല്ലേ ഇങ്ങനല്ലേ സ്റ്റുഡന്റ് വിദ്യാർത്ഥിയെ പ്രണയിക്കുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അതും ഭാര്യയുണ്ട്, 3-4 പെൺപിള്ളേരുള്ള ഒരാള്. ശരിയോ തെറ്റോ? തെറ്റാണ്. എനിക്ക് ലൈഫിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ അയാളാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാൾ. അയാളാണ്. കാരണം ആ സമയത്ത് എൻ്റെ പ്രണയം വന്നത്. അപ്പം അയാളോട് ഇവള് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അവൻ അങ്ങനെയാണ്, വേണ്ട മറ്റേതാണ്, അവന് നേരത്തെ ഭാര്യയാണ്. പക്ഷെ ഇയാൾക്ക് ഭാര്യ 3-4 പിള്ളേരും ഉണ്ട്. അത് അയാൾ നോക്കുന്നില്ല. അയാളോട് മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ, സത്യം. അയാളുടെ കാര്യമല്ല കേട്ടോ, നേരത്തെ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞത്. അത് അത് വേറെ. വേറെ, അതൊരു കുട്ടി. ഇത് 3-4 കുട്ടികളുണ്ട്. എന്നിട്ട് പ്രണയിക്കാൻ വരുവാണ്. ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമുള്ള എന്തോ ജോലിയുണ്ട്, ഭർത്താവിനുണ്ട്. പിന്നെ അയാൾക്ക് എന്തൊരു പ്രശ്നം? അതാ ഞാൻ പറഞ്ഞത്, കുറെ ആൾക്കാരുണ്ട് നമ്മളെ കുറ്റം പറയും. പക്ഷെ ഇവരുടെയൊക്കെ വേറൊരു ക്യാരക്ടർ ഉണ്ട്. അത് ചിലപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് അറിയത്തില്ല, മക്കൾക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ ഇവർ കാണിക്കുന്ന, മറ്റുള്ളവരോടൊന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സത്യത്തിൽ ആരാണ് നല്ലത്, ആരാണ് ചീത്തത്? ഇവളന്ന് അയാളോട്ട് കമ്പനി വെച്ച് ഇവക്ക് പഠിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പഠിത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് അയാൾ ഇങ്ങോട്ട് ഓഫറുമായിട്ട് വന്നപ്പോൾ ഇവള് സ്വീകരിച്ചു. പക്ഷെ അത് പിന്നെ എന്ത് ചെയ്യും? പ്രണയമായി പോയി. പല ചടങ്ങുകളിൽ ഇവിടെ ഭർത്താവാണെന്നും പറഞ്ഞൊക്കെ അഭിനയിച്ചൊക്കെ പോയിട്ടുണ്ട്. എന്നെങ്കിലും ആ മാന്യനെ എനിക്ക് ഭയങ്കര വെറുപ്പാ, ഭയങ്കര വെറുപ്പാ. അയാളെ കാണുന്നേ എനിക്ക് ഇഷ്ടമല്ല. എന്നെങ്കിലും ഞാൻ കാണും അയാളെ. അന്ന് കഴിഞ്ഞു നിർത്തിയ അപമാനം. അത് ഈ പറയണതില് സത്യമായിട്ടല്ലേ പുള്ളി പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ അർപ്പിതയോട് അയാളുടെ വെച്ച് സംസാരിച്ചപ്പോൾ അയാള് പഠിക്കണം, അയാളെ വെറുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു അധ്യാപകനാണ്, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അല്ല, അയാൾക്ക് ഇത്ര മക്കളുണ്ട്, അത് പെൺപിള്ളേർ, അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അർപ്പിതനെ ഞാൻ അതിൽ നിന്ന് മാറ്റി. അർപ്പിതക്ക് ഒരു ലക്ഷ്യമുള്ളത് പഠിക്കണം. എനിക്ക് ഭയങ്കര ദേഷ്യം അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ. അതും പ്രത്യേകിച്ച് പെൺമക്കളുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അച്ഛനില്ലാ വളർന്നു വന്നത്. എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലോ? അച്ഛനില്ലാ വളർന്നു വന്ന ഒരാൾ. അപ്പം എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പിള്ളേരല്ലേ, അച്ഛൻ ഉണ്ടായിട്ടോ അച്ഛൻ ഈ ഒരു രീതി പോകുമ്പോൾ ആ പിള്ളേർക്ക് അച്ഛൻ ഇല്ലാത്ത പോലെയാ, ശരിയല്ലേ? അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാ. എന്തെങ്കിലും ഞാൻ നേരിട്ട് കാണും. ഞാൻ ഒരുപാട് വട്ടം ഇവളോട് പറഞ്ഞു. അത് ഞാൻ ഇവളോട് ഓപ്പണായിട്ടും പറഞ്ഞിട്ടില്ലേ, നേരിട്ട് കാണുമ്പോൾ ഞാൻ പ്രതികരിക്കുമെന്ന്. അതൊന്നും ഒരു തെറ്റല്ലല്ലോ. തെറ്റാണ്, അത് തെറ്റാണ്. ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെ 3-4 പിള്ളേരെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഓപ്പണായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, ആവശ്യമുണ്ടോ? അത് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഒരാൾക്ക് മറ്റൊരാളുടെ പ്രണയം തോന്നാത്ര പ്രണയം തെറ്റൊന്നുമല്ലല്ലോ. തോന്നാം, അത് പക്ഷേ ഞാൻ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പ്രണയം തോന്നണില്ലേ? അതെ. പരസ്യമായിട്ട് തോന്നും. സ്വന്തം ഭാര്യയോടും മക്കളോടും വീട്ടുകാരോടും എല്ലാരോടും പറഞ്ഞിട്ട് പ്രണയം തോന്നണം. അങ്ങനെയാണ് അവൻ ആണെന്ന് പറയാം. തന്റെ ഭർത്താവിന്റെ ഈ പ്രണയം അക്സെപ്റ്റ് ചെയ്യുന്നവളാണെങ്കിൽ അവളെ പെണ്ണെന്ന് പറയാം. ഞാൻ accept ചെയ്തായിരുന്നു. അവളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് കൂടെ പോയത്. അല്ല, ഇപ്പൊ പറയുന്ന ആ ഭർത്താവിന് അവൻ തൻ്റെ ഉള്ളവരാണ് ഭാര്യയോട് പറയട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ട്, ട്രാൻസ്വുമൺ ആണ്, അവൾ എനിക്ക് ഇഷ്ടമാണ്, അവൾ എനിക്ക് പഠിപ്പിക്കണം, നീ സമ്മതിക്കോ? അങ്ങനെ പറഞ്ഞ് ഭാര്യയുടെ ചോദിക്കട്ടെ. അവനൊക്കെ തൂങ്ങിച്ചാകുന്നതാണ് നല്ലത്. നാളെ ഒരു ദിവസം ഞാൻ അവൻ്റെ പേര് ഉറപ്പായിട്ടും പറയും. അതിനുള്ള പ്രൂഫൊക്കെ എൻ്റെ ഉണ്ട്. നാളെ ഒരു ദിവസം ഞാൻ അവൻ്റെ പേര് പറയും 100%. എറണാകുളത്ത് അറിയപ്പെടുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണോ? അവൻ്റെ സ്ഥലം എറണാകുളം അല്ല, വേറെയാണ്. പഠിപ്പിക്കുന്നത് അവിടെയാണോ? ഇല്ല. എവിടെയാണ്? അതെന്നെ കാണാൻ വരുന്നത് ഇങ്ങോട്ട്. കാണാൻ വരും. മലപ്പുറം, കോഴിക്കോട് കണ്ട. മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജില്. മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജില്ല. മിണ്ടായിരിക്കോ? അതുണ്ട്. ഞാൻ ചോദിച്ചെന്നുള്ളൂ. മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജാണോ? കാരണം സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോ കിട്ടും. ഇപ്പോഴും അല്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞെന്ന് വെച്ചോ, ആളുടെ കുടുംബജീവിതത്തിനെ ബാധിക്കില്ലേ? ഞാൻ പേരൊന്നും ചോദിച്ചില്ലല്ലോ. മലപ്പുറത്ത് അറിയപ്പെടുന്ന കോളേജ് പേരൊന്നും പറയുന്നില്ല. ഞാൻ ഒരിക്കലും പറയും പേരൊക്കെ, ഞാൻ പറയുന്നൊരു സമയമുണ്ട്. കാരണം ശിവയ്ക്ക് അത്രയും വിഷമായോണ്ടാണ് ആ കാര്യം പറയുന്നത്. അത് അർപ്പിതൊക്കെ അറിയാം ഓൾറെഡി.
ഇല്ലേ? ശിവയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ കേസിലുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോട്ടെ, അത് അർപ്പിത, ഞാൻ നോക്കിക്കോളാം, വേറെ ആരും അതിൽ അഴവണ്ട. ഇപ്പൊ അർപ്പിതിനെ പറ്റി ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പാലാരിവട്ടം പാലം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് മറ്റാരും അത് ബോധപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ മറ്റുള്ളവർക്ക് എന്താണ്, ഉം. അങ്ങനെ ഞാൻ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇത് മാത്രം എനിക്ക്, ഇത് ഇയാളോട് തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചാൻ വേണ്ടി വെച്ചേക്കുക. സമയമുണ്ട്, സമയമായിട്ടില്ല. അർപ്പിതയ്ക്ക് അത് മനസ്സിലായില്ലായിരുന്നു അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും? ഇല്ല, ഞങ്ങൾ ആ സമയത്ത് റിലേഷനായിരുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം ആ സമയത്ത് എനിക്കതൊരു ചൂഷണമായിട്ടൊന്നും തോന്നിയില്ല. റിലേഷൻ അല്ലേ, പാർട്ണർ അല്ലേ. പക്ഷെ ഇപ്പം പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരുമിച്ച് താമസിച്ചിരുന്നു അന്നേരം? അതിൽ ആൾ വല്ലപ്പോഴും വരും, 2 ദിവസം നിൽക്കും, പോകും. ഓ, ഭാര്യ അടുത്ത് നിന്നൊക്കെ വല്ല കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. പാവ ഭാര്യയൊക്കെ എന്ത് തെറ്റിയത്. എത്ര നാൾ പോയി ഈ റിലേഷൻ? 5-6 മാസം പോയെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അപ്പം ഗെറ്റ് ഔട്ട് അടിച്ച ആദ്യം അതിനെയാണ്. ശിവ വന്നതിന് ശേഷമാണോ പോയെ? ഞാനിത് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇങ്ങനെയാണ്. അത് ഒരു വട്ടം ഞാൻ വന്നപ്പോഴെന്തോ ഓൺലൈൻ ക്ലാസ് എന്തോ സംസാരിച്ചോണ്ട്, ഓൺലൈൻ ക്ലാസ് ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ മിണ്ടാതെ അവിടെ ഞാൻ റൂമിലിരിക്കും. അപ്പം ഓൺലൈൻ ക്ലാസ് അല്ലേ, സാറല്ലേ, നമ്മൾ മാറി സൈലന്റ് ആയിട്ട് മാറുന്നല്ലോ. ഇവളിരുന്ന് കരയുന്നു, ഇതിന് അയാളെടുത്തിരുന്ന് കരയുന്നു. അന്നേരമാണ് ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് റിലേഷൻ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഇപ്പോഴും ആ വീഡിയോ എൻ്റെ ലാപ്പിൽ എവിടെ കിടപ്പുണ്ട്, ഒരു ബ്ലൂ ടോപ്പ് ഇട്ടിട്ടിരുന്ന് കരയുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ പോളിസി എന്ന് വെച്ചാൽ അർപ്പിത കരയാൻ പാടില്ല. കരഞ്ഞ എനിക്ക്, അതിപ്പോൾ ആരാണോ കരയിക്കുന്നത് അവരോട് എനിക്ക് സത്യമായിട്ട് നല്ല വെറുപ്പാണ്. ഞാൻ ഓൾറെഡി അർപ്പിതയോട് പറഞ്ഞിട്ടുണ്ട്, കരയുന്നത് എൻ്റെ മുമ്പിൽ കാണരുത്. ഞാൻ ഫസ്റ്റ് ടൈം അർപ്പിത കരയുന്ന അപ്പോഴാണ് കാണുന്നത്. അന്ന് തുടങ്ങിയാണ് എനിക്ക് അയാളോട് വെറുപ്പ്. അയാളുടെ എല്ലാം, ഇവളുടെ ഫോണിൽ അയാൾ ചാറ്റ് ചെയ്തതും എല്ലാം ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോസ് ആയത്. സമയമുണ്ട്, ഞാൻ പ്രതികരിക്കുന്നൊരു സമയം ഉണ്ടാവും. എന്താ അർപ്പിത അങ്ങനെ കരയാനുണ്ടായ ഒരു കാരണം? കരയാനുണ്ടായ കാരണം, എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും പറയും മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ അറിവുകൾ മരിക്കും വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. മരണം വരെയും പഠിക്കുക എന്നുള്ള ഇതായിരുന്നു. ഞങ്ങൾ റിലേഷനായപ്പം ശിവ അന്ന് വന്ന്, അപ്പോൾ ആളോട് ഞാൻ ആൾക്ക് മാരേജ് കഴിഞ്ഞതും കുട്ടിയുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ ആളുടെ എപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു ജീവിതം വേണ്ടേ. അപ്പോൾ ആൾക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആളുടേത് മാത്രമായാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ആൾക്ക് ഞാൻ പഠിക്കണം എന്നുള്ളൊരു മൈൻഡും ഉണ്ടായിരുന്നു. അപ്പം ശിവ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആളെന്നോട് ഷൗട്ട് ചെയ്യുകയും എന്നോട് എന്തൊക്കെയോ എന്നെ കുത്തിപ്പറയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ശിവനെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ആണ് സങ്കടം വന്നപ്പോൾ ഞാൻ കരഞ്ഞു. എന്നിട്ട് എന്തോ ജെൻഡറിനെ എന്തോ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഒന്ന് കിട്ടുമ്പോൾ വേറെ ഒന്നിനെ ഉപേക്ഷിക്കും, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് വന്നപ്പോഴാണ് ഞാൻ കരഞ്ഞു. അർപ്പിത കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിൽ എല്ലാവർക്കും വേണ്ടത് ട്രാൻസിനെ ആണെന്ന്. വീട്ടിൽ ഭാര്യ ഉണ്ടായിട്ടും വരുന്ന കണ്ടില്ല. അപ്പം ഇങ്ങേർക്കും ഭാര്യ ഇല്ലേ, വരുന്ന കണ്ടില്ലേ. അതപ്പോൾ ഒരിക്കലും ട്രാൻസിന്റെ തെറ്റല്ല. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇത് മൊത്തത്തിലല്ല, കുറച്ച് പേരുണ്ട്. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചും ഒക്കെ വരുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണമായിട്ടും ആ ബന്ധം നിർത്തിയിട്ട് പോകുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും. അല്ല ഞാൻ ഉണ്ടാക്കി പറയത്തില്ല, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഒഴിവാക്കിയത്. അതിനുശേഷം പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആ കരഞ്ഞതിന് ശേഷം പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ. അങ്ങനെ പിന്നെ കോണ്ടാക്റ്റ് ഇല്ല, ഇതുവരെയായിട്ടും കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഇടയ്ക്ക് വിളിക്കും. കുറെ പേരുണ്ട്, അവരെയൊക്കെ ഒഴിവാക്കി. അതിന് ശേഷം ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ഞാൻ കോൾ എടുക്കാറില്ല. കാണാനും ശ്രമിച്ചോളേ, പുള്ളി അതിനിടയ്ക്ക് വിളിക്കുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ താമസം സ്ഥലമൊക്കെ മാറി, വീടൊക്കെ മാറി പോയിരുന്നു. പുള്ളിനെ പേടിച്ച് മാറിയതാണോ? പേടി വേണ്ട, അങ്ങനെ പേടിയല്ല, ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുള്ളൊരു മൈൻഡ്. കാരണം വരുവാണെങ്കിലും ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവോ എന്നൊക്കെയുള്ളൊരു പേടി. എനിക്ക് പിന്നെ ഫേസ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ വരെ മിസ്യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ ആ സമയത്ത് റിലേഷൻ ആക്കി എടുത്തെങ്കിലും പറഞ്ഞു തന്നപ്പോൾ എനിക്കത് മിസ്യൂസ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ എനിക്ക് ആളോട് വെറുപ്പായി. അത് ഞാൻ ചോദിക്കാൻ കാരണം, അർപ്പിതയ്ക്ക് ഒരു റിലേഷൻ ഉണ്ട്, അത് കൊച്ചുള്ള ഒരു പുള്ളിക്കാരനായിട്ട്. കൊച്ചുണ്ട്. അപ്പം ഭാര്യ സംസാരിച്ചപ്പം അത് പെൺകുട്ടി വിട്ടെന്ന് അർപ്പിത പറഞ്ഞല്ലോ. അപ്പം ഞാൻ അർപ്പിതയോട് ചോദിച്ച സെയിം കാര്യം ഇതാണ്. ഇതും കൊച്ചുണ്ട്, ഒന്നുണ്ടല്ല 3-4 പെൺപിള്ളേരുണ്ട്. അപ്പം ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പം ആ പിള്ളേരുടെ ഭാവി നീ എന്തിനാ കളയുന്നത്, നാളെ അറിയുമ്പോൾ അതുങ്ങളുടെ ഭാവി പോയില്ലേ. അത്രയും ഞാൻ അർപ്പിതയോട് ചോദിച്ചോളൂ. ശരിയല്ലേ, നമ്മളായിട്ട് അതുങ്ങളുടെ ഭാവി, ആ ചേച്ചിയുടെ ഭാവി കളയേണ്ട ആവശ്യമുണ്ടോ?
അവരൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരാണ്. ഇങ്ങനെ ഒരാളുടെ അഴിച്ചു കളഞ്ഞാൽ മതി, കുറേ പേരുടെ അഴിഞ്ഞു വീഴും. ശിവ നിങ്ങളുടെ കൂട്ടുകാരിയുടെ പാർട്ട്ണറായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് വന്നൊരു കമൻറ്റ് വരുന്നുണ്ട്, ശരിയാണോ? ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല, എൻ്റെ കൂടെ പോകുന്നതാ. അങ്ങനെ പറയാം. തട്ടിയെടുത്തല്ല, എൻ്റെ കൂടെ പോകുന്നതാ. ഞാൻ ഇവരുടെ വിവാഹ സമയങ്ങളിലൊക്കെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ ടൈമിലായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇവർ ബ്രേക്കപ്പായി കുറേ നാളുകൾക്കല്ല, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പിന്നീട് കോണ്ടാക്ട് ചെയ്യുന്ന പോലും. അതുവരെ ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ റിലേഷനായി. അതിലൊരു തട്ടിയെടുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കൂടെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു പസിൽ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വെക്കേണ്ടടുത്ത് വെച്ചാലേ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് അവിടെ എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു, ഇവിടെ എനിക്ക് സ്പേസ് ഉണ്ട്, ഞാനിവിടെ കംഫർട്ടാണ്. അത്രേ ഉള്ളൂ. ശരിക്കും ആ കുടുംബജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, മെച്യൂരിറ്റി ഇല്ലായ്മ. ഇവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ വിട്ടുകൊടുക്കുക, ആ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ജയിക്കണം. ആ ഒരു കൺസെപ്റ്റായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം. രണ്ടുപേർക്കും ജയിക്കണം. ഇപ്പം ശിവ എന്നോട് ദേഷ്യപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ശിവയ്ക്ക് പറയാനുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ശിവ എന്നോടൊരു കാര്യം പറയാണ്, അത് ഞാൻ കേട്ടോണ്ടിരുന്ന ഓക്കെയാണ്. അതേസമയം ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശിവർ വഴക്ക് പറയുമ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ നിന്ന ആ ലൈഫ് മര്യാദയ്ക്ക് പോവില്ല. അതൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എടുത്തുചാട്ടം, അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. പരസ്പരം വിട്ടുവീഴ്ചയില്ല, രണ്ടുപേർക്കും ജയിക്കണം, അങ്ങനെയൊക്കെയാണ്. രണ്ടുപേരും ഭാഗത്തുണ്ട്. പിന്നെ വേറെ കഥ കേൾക്കണം. എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് മോളെ പ്രശ്നം, എന്താ റിലേഷൻ ബ്രേക്കപ്പ് ആവുന്നത് എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞതാ, അമ്മ ശരിയല്ല, അമ്മ വേറൊന്നുമല്ല, അമ്മ ഭയങ്കര ഭരണമാണ്, ഭയങ്കര അമ്മായിമ്മ പോരാണ്, നമ്മുടെ ഊർമിള ദേവിനെ പോലെയാണ് സീരിയലിൽ. ഞാൻ അവിടെ ഒരു അമൃതയാണ് മോളെ, എന്നെ ഊർമിള ദേവി ഉപദ്രവിക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അമ്മേനെ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അമ്മയുടെ മുഖമൊക്കെ മറന്നുപോയായിരുന്നു. എൻ്റെ മനസ്സിൽ അമ്മ ഊർമിള ദേവി നിൽക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളും കണ്ടാണ് അമ്മേനെ, അമ്മ എത്ര പാവമാണെന്നും അമ്മ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അതെനിക്ക് മനസ്സിലായി. കാരണം പിന്നെ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഊർമിള ദേവി ആയിരുന്നു അമ്മ. പക്ഷെ പിന്നീട് അമ്മയോട് സംസാരിക്കുമ്പം അമ്മ ഭയങ്കര പാവമാണ്, അമ്മ ഒരു അയ്യോപാവിയാണ്. എങ്ങനെ ഊർമിള ദേവി ആയെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇല്ല, അമ്മ അങ്ങനെ അധികം ഇടപെടുത്തുന്നില്ല. പിന്നെ ഈ ഫോണിലൊക്കെ ഇരിക്കുമ്പോൾ അത് അർപ്പിതയുടെ ആണെന്ന് വഴക്ക് പറയും, അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അതിപ്പോൾ ഞാൻ അധികം ഫോണിലിരുന്നാലും എന്നോടും പറയും. എനിക്കറിയില്ല പുള്ളിക്കാരിക്ക്. ഇല്ല, അമ്മ എന്നോട് നിൽക്കുന്ന രീതി അങ്ങനെയൊന്നും അല്ല. അമ്മ ഭയങ്കര ഫ്രണ്ട്ലി. അമ്മ എന്നോട് കോമഡിയൊക്കെ പറയും. ഇപ്പം ഞാൻ കിച്ചണിൽ കയറണമെങ്കിൽ അമ്മ പറയും വേണ്ട, അമ്മ ചെയ്തോളാന്ന് പറയും. നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരും. അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നില്ല അമ്മായിമ്മ പോരിൻ്റെ ഒരു പ്രശ്നമൊന്നും ആയിരുന്നില്ല. ഇവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം തന്നെ ആയിരുന്നു. അതിനെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം നമ്മൾ മാത്രമല്ല, ഇവിടെ വരുമ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ വരും, നമ്മുടെ മക്കളായിട്ട് നിൽക്കുന്നവർ, അതുപോലെ തന്നെ സഹോദരങ്ങളായിട്ട് കമ്പനി ഉള്ളവർ ഒരുപാട്, അവരെല്ലാവരുമായിട്ട് അമ്മ കമ്പനിയാണ്. അവർ ഒരു ദിവസം 2 ദിവസം ഒക്കെ ഉണ്ടാവും. അമ്മയുടെ കൂടെ തന്നെയാണ് അവർ നടക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഈ മുല്ലയ്ക്ക് ചെറുപ്പ് വരുമ്പോഴും എല്ലാത്തിനും അമ്മയുണ്ടാവും, അവരും ഉണ്ടാവും. ഒരു പ്രശ്നമില്ല അമ്മ അവരുമായിട്ട്. അമ്മ അക്സെപ്റ്റ് എന്നെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് വേറെ കുറച്ച് പേര് വന്നപ്പോൾ അത് ഇതിലും വലുതായി. ഞാൻ അങ്ങനെ അതിനെ ചിന്തിക്കത്തുള്ളൂ. ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവർ ശ്രമിച്ചിട്ടില്ല, മറ്റുള്ളവരാണ് ശ്രമിച്ചത്. അഭിപ്രായം ചോദിച്ചാണ് ഞങ്ങൾക്ക് വന്ന പ്രശ്നം. അപ്പം മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞ കേട്ട് ഞങ്ങൾ തുള്ളി. അതാണ് പറ്റിപ്പോയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ സമയത്താവാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലാവാം, ഏത് സമയത്താണെന്ന് ഓർക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? എൻ്റെ മോശം അനുഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെറുപ്പത്തിലുണ്ടായ അബ്യൂസിൻ്റെ കാര്യം തന്നെ. നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ടൊക്കെ നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ, ആ ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും മോശപ്പെട്ടായിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പെരുമാറിയത്, ടീച്ചേഴ്സ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, ആണുങ്ങൾക്ക് അപമാനമാണെന്ന് പറഞ്ഞ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പ്രണയിച്ച ആളുടെ വിവാഹം, എൻ്റെ ഫസ്റ്റ് ക്രഷിൻ്റെ കല്യാണം കഴിഞ്ഞു. അതൊക്കെയായിരുന്നു എനിക്ക് മോശപ്പെട്ട അനുഭവം, സങ്കടം. അതൊക്കെയായിരുന്നു. ശിവയുടെ എന്തായിരുന്നു ശിവ? എനിക്ക് മോശപ്പെട്ട അനുഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഡൗൺ സർജറി സമയത്ത്
എൻ്റെ അന്ന് തന്നെ ആ സമയത്ത് തന്നെയാണ് എൻ്റെ ബ്രേക്കപ്പ്, എക്സായിട്ട് ബ്രേക്കപ്പ് ആയത്. അത് മാത്രമല്ല അമ്മയ്ക്ക് അറ്റാക്ക് ആയത്. ഇതറിഞ്ഞ് ന്യൂസൊക്കെ ആയിരുന്നു, ചെറിയ ഇതുപോലെ വന്നായിരുന്നു. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അതറിഞ്ഞ് അമ്മയ്ക്ക് രണ്ടാമത് അറ്റാക്ക് വന്നു. ആ സമയത്ത് തന്നെ കൊറോണയായി. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ, അമ്മ ഇവിടെ ആലപ്പുഴയിൽ, ആരും നോക്കാനില്ലാതെ. അങ്ങനെ ആ ഒരു സമയമാണ് എൻ്റെ ലൈഫിൽ മോശപ്പെട്ട സമയം. ഇപ്പം എനിക്ക് ഒരുപാട് മോശപ്പെട്ട സമയം തരാൻ ഓരോരുത്തരും നോക്കിയാലും ഞാൻ അതിലും വലിയ മോശപ്പെട്ട സമയം കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കതൊന്നും ഇപ്പോൾ പ്രശ്നമില്ല. ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പി. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. നേരെ വന്ന് സംസാരിക്കാൻ പറയും. പറയുന്ന ഒരുപാട് പേര് പറയത്തില്ല, മൈൻഡ് ആയിരിക്കും. ഇപ്പോൾ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എപ്പോഴാണ്? അത് നമ്മുടെ ഹൗസ് വാമിംഗ് ആണ്. അതെ അതെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം തോന്നിയ സമയമായിരുന്നു ഞങ്ങളുടെ ഹൗസ് വാമിംഗ്. പിന്നെ ഞങ്ങളുടെ ലക്കീനെ ഞങ്ങളുടെ കിട്ടിയപ്പോൾ ലക്കീനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് അതുകൊണ്ട് പറയാം. ഇവളുടെ ഒരു വർഷപൂജ, അതായത് രണ്ടാമത്തെ വർഷപൂജ സമയത്ത് ഹണിമമ്മി ഗിഫ്റ്റ് തന്ന ലക്കീനെ. ആ ലക്കീനെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ശരിക്കും ലക്കായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന നോക്കും, പക്ഷെ നമ്മളൊരു വേറൊരു മൈൻഡായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലക്കീനെ കിട്ടുന്ന സമയത്ത് എൻ്റെ വർഷപൂജയ്ക്ക് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയ സമയത്ത് ആ വീട്ടിലുണ്ടാള്, ആ വീട്ടിലാവാനുണ്ട്, ലക്കി ഉണ്ട്. പക്ഷെ അപ്പം എന്നോട് പറഞ്ഞത് അവര് വാങ്ങിയതാണെന്നാ അവളുടെ പറഞ്ഞത്. ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം അവള് വാങ്ങിയതാണെന്നാ പറഞ്ഞേ. അപ്പം ഞാൻ കാണുന്നില്ല, മുകളിലായിരുന്നു. എന്റെ കയ്യിൽ തന്ന്, അവരെന്റെ കയ്യിലൊക്കെ തന്ന്, ശിവ പിടിക്കുന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ തന്ന്, പുള്ളിക്കാരി ഫോട്ടോ ഒക്കെ എടുത്തു, ഹണിമമ്മി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല നമുക്കുള്ളതാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോന്നു എന്നിട്ട് അപ്പൊ അവരെന്നോട് അവിടെ ചോദിക്കുകയും ചെയ്തത് നിനക്ക് ഇഷ്ടമുള്ള ഒരു പേരിട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡോഗ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എനിക്കറിയില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നു. പക്ഷെ കയ്യിലോട്ട് കിട്ടിയപ്പോ ഉണ്ടല്ലോ, എന്താന്നറിയത്തില്ല, ഭയങ്കര ഒരു സന്തോഷമാണോ, ഭയങ്കര ഒരു പോസിറ്റീവായിരുന്നു. അപ്പൊ തന്നെ ലക്കിന്ന് പേര് വിട്ട് ഞാൻ. ചിലരൊക്കെ പറയും പട്ടിയാണ്, പട്ടിയെ കൂടെ കിടത്തിയിരിക്കുന്നു, കട്ടിലേക്ക് കയറ്റിയിരിക്കുന്നു, പെരക്കകത്ത് കിടത്തിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇവരുടെ വീട്ടുകാരാണേലും ശരി പറയുമ്പോ പട്ടീന്ന് വിളിക്കുമ്പോ ഞങ്ങൾ ഷൗട്ട് ആവും, പട്ടീന്ന് വിളിക്കരുത് മോൻ. അങ്ങനെ എന്റെ അമ്മ വിളിക്കുമ്പം മില എവിടെ അല്ലെങ്കിൽ ലക്കി എവിടെ, അമ്മ ഇവിടുത്തെ അമ്മ വിളിക്കുന്ന മിലമോൾ എവിടെയെന്നെ വിളിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാ നമ്മള് അങ്ങനെയല്ല കാണുന്നത്? നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. ലക്കിനെ കിട്ടിയത് ഭയങ്കര ഒരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ലക്കി വന്നതിന് ശേഷമാണ് ഐശ്വര്യം, അതിന് ശേഷമാണ് നമുക്ക് വീടുണ്ടായത്. ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചത്. നമ്മുടെ സർജറീസ് ചെയ്ത സമയങ്ങളിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അത് നമ്മുടെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ഇത്ര നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഹാപ്പി അല്ലേ?